ഇൻഷുറൻസ് നിയമപ്രകാരം പെർമിസീവ് ഡ്രൈവർ എന്നൊരു തത്വമുണ്ട്. അതായത് വാഹന ഉടമസ്ഥന്റെ അനുവാദത്തോടും സാധുവായ ഡ്രൈവിംഗ് ലൈസൻസോടും കൂടി വാഹനം ഓടിക്കുന്ന ഏതൊരാൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ അർഹതയുണ്ട്. ഇവിടെ ഇൻഷുറൻസ് നൽകപ്പെടുന്നത് ആർക്കാണ്? വാഹനം ഓടിക്കുന്ന ആൾക്കല്ല, വാഹനത്തിനാണ്, വ്യക്തിക്കല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി തേർഡ് പാർട്ടിയും കോംപ്രഹെൻസീവ് ഇൻഷുറൻസും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടു തരം ഇൻഷുറൻസുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. വണ്ടി ഓടിക്കുന്നത് ആരായാലും ആ വ്യക്തി മുഖാന്തരമായി മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു വാഹനത്തിനോ നാശനഷ്ടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ നാശനഷ്ടങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ ഇത് വളരെ നിർബന്ധമാണ്. മകൻ ഓടിക്കുമ്പോൾ അപകടമുണ്ടായാലും പോളിസി കോംപ്രഹെൻസീവ് ആണെങ്കിൽ വണ്ടി നന്നാക്കാൻ ഇൻഷുറൻസ് കമ്പനി പണം നൽകും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ചതിക്കുഴി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണ പോളിസികളിൽ 15 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടാകും. എന്നാൽ ഇത് ലഭിക്കണമെങ്കിൽ വാഹനം ഓടിക്കുന്ന വ്യക്തി ആ വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമ തന്നെ ആയിരിക്കണം എന്നൊരു ക്ലോസ് ഉണ്ട്. അതായത് അച്ഛന്റെ വണ്ടി മകൻ ഓടിക്കുമ്പോൾ അപകടമുണ്ടായാൽ മകന് പരിക്കേറ്റാലോ ഇനി മരണം തന്നെ സംഭവിച്ചാലോ അച്ഛന്റെ പേരിലുള്ള ഈ 15 ലക്ഷം രൂപയുടെ പരിരക്ഷ മകന് ലഭിക്കില്ല. ഇത് മറികടക്കാൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൺനെയിംഡ് പാസഞ്ചർ ഓർ ഡ്രൈവർ PA കവർ എന്ന ആഡ് ഓൺ കൂടി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതെടുത്താൽ വാഹനത്തിലുള്ള ആർക്കും അപകടം നടന്നാൽ പരിരക്ഷ ലഭിക്കും. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ കൂടി ശ്രദ്ധിക്കുക. സ്വകാര്യ വാഹനങ്ങൾ പണം വാങ്ങി വാടകയ്ക്ക് നൽകുന്നത് കുറ്റകരമാണ്. എന്നാൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി സൗജന്യമായി വാഹനം നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ 8 സീറ്റിൽ കൂടുതലുള്ള വണ്ടികൾ ഉടമസ്ഥന്റെ കുടുംബാംഗങ്ങൾ അല്ലാത്തവർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാഹനം ഓടിക്കേണ്ടി വരികയാണെങ്കിൽ എന്തൊക്കെ രേഖകൾ കയ്യിൽ വേണമെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പോലീസിന്റെ അനാവശ്യ ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കാൻ പിതാവിന്റെ വാഹനമാണെങ്കിൽ അപ്പൻ ഒപ്പിട്ട ഒരു അംഗീകാര പത്രം, ഓതറൈസേഷൻ ലെറ്റർ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. വിശേഷിച്ചു അന്തർ സംസ്ഥാന യാത്രകളിൽ ഇത് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് ഒരു സുരക്ഷയാണ്. അപകടം സംഭവിച്ചാൽ ക്ലെയിം ലഭിക്കാൻ താഴെ പറയുന്ന രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവേണം. അപകടം സംഭവിച്ച വാഹനം അതിന്റെ ഉടമ അച്ഛനാണെങ്കിൽ, ഓടിച്ചത് മകനുമാണെങ്കിൽ മകന്റെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ RC, ഇൻഷുറൻസ് പോളിസി കോപ്പി, പോലീസ് നൽകുന്ന FIR അല്ലെങ്കിൽ GD എൻട്രി. ഇനി ക്ലെയിം കിട്ടാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് പറയാം. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും നഷ്ടപ്പെടും. 1. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ. 2. ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ. 3. സ്വകാര്യ വാഹനം ടാക്സിയായി ഉപയോഗിക്കുമ്പോൾ അപകടം നടന്നാൽ. ഇത്തരം കേസുകളിൽ ക്ലെയിമിനായി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല, അത് ലഭിക്കില്ല. ചുരുക്കത്തിൽ അച്ഛന്റെ വണ്ടി ഓടിക്കാൻ മകന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇൻഷുറൻസും ലഭിക്കും. പക്ഷേ മകന്റെ സുരക്ഷയ്ക്കായി അധികമായി ഒരു പാസഞ്ചർ കവർ പോളിസിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്.